ബ്ലോഗ്സ് ഫാമിലി വൈബ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ അമ്മയുടെ ഒരു മീൻകറി റെസിപ്പിയാണ് കേട്ടോ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. എന്ത് മീനാമ്മ? ഇത് നെമ്മീൻ ചൂരയുടെ മുള്ളും തലയും. നെമ്മീൻ ചൂരയുടെ മുള്ളും തലയും. ഇതമ്മ ഓൾറെഡി മീനിന് വേണ്ടിയിട്ടുള്ള അരപ്പെല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. എന്തൊക്കെയാ ചേർത്തേക്കുന്നതെന്ന് പറഞ്ഞുതരാം. തേങ്ങ, മുളക് പൊടി, മല്ലിപ്പൊടി ചേർത്ത് നല്ലോണം വറുത്തിട്ട് മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്, പുളി, ഇത് രണ്ടും കൂടെ ചേർത്ത് ജാറിൽ നല്ലോണം അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ടെല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണേ. ഈ മുള്ളും തലയും, നെമ്മീൻ്റെ മുള്ളും തലയും വറുത്തരച്ചല്ലാതെ വെക്കുന്നവരും ഉണ്ട്. പക്ഷെ ഇവിടെ അച്ഛനൊന്നും ഇഷ്ടമല്ല പച്ചയ്ക്ക് വെക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ മാക്സിമം എല്ലാം വറുത്തരച്ച് തന്നെ വെക്കുന്നത്. മീനെല്ലാം കഴുകി സെറ്റാക്കിയിട്ടുണ്ടേ അമ്മ. ഇവിടെ ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് അവൻ്റെ ഒരു കുട്ടി ഫോണുണ്ട്, അതിൽ അവനും വീഡിയോ എടുക്കുന്നതാണ് കേട്ടോ ഈ കാണുന്നത്. ഇത് ഞങ്ങളുടെ കിച്ചണിലെ പുതിയ അതിഥിയാണ് കേട്ടോ, പ്രീതി സോഡിയാക്കിൻ്റെ മിക്സർ ഗ്രൈൻഡർ. ഇത് പനവിള മൈജിയിൽ ബിഗ് സെയിൽ ഓഫർ നടക്കുന്നുണ്ടായിരുന്നേ. ഓഫർ പ്രൈസിൽ കിട്ടിയതാണ്. സവാള അരിയാൻ പറ്റുന്നത്, അങ്ങനത്തെ ടൈപ്പ്. ഞാനിവിടെ പിക്ചർ കൊടുത്തേക്കാം കേട്ടോ. ഈ ആവശ്യമുള്ള 3 ജാർ എടുത്തിട്ട് ഞങ്ങൾ ജ്യൂസർ, മാവ് കുഴക്കുന്നതൊക്കെ മാറ്റി വെച്ചേക്കുവാണ്. ആ സമയമാകുമ്പോൾ മാത്രമേ എടുക്കത്തുള്ളൂ, ചുമ്മാ പൊടി അടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അതൊക്കെ ഒരു ബോക്സിനകത്താക്കി വെച്ചേക്കുവാണ്. ഇത് 19 മുതൽ 22 വരെയാണ് മൈജിയിലെ ഓഫർ. അതായത് ഇന്ന് ലാസ്റ്റ് ഡേറ്റ് ആണ്. അപ്പോൾ ആർക്കെങ്കിലും നമ്മുടെ വീട്ടുപകരണങ്ങളൊക്കെ വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മൈജി തന്നെ പോയി വാങ്ങാൻ ശ്രമിക്കുക കേട്ടോ. വറുത്ത് വെച്ചിരുന്ന അരപ്പ് വെള്ളം ചേർത്ത് അരച്ച് വെച്ചേക്കുന്നതാണിത്. നല്ല മഷി പോലെ അരയണ്ട, കുറച്ച് എന്നാലും കുറച്ച് അരയണം. ഇത്രയും എന്താ വെച്ചാൽ ഏതായാലും ചിലവാകില്ല. അപ്പം നാളത്തേക്ക് കുറച്ച് മാറ്റി വയ്ക്കാം. അപ്പം നാളെ നമുക്ക് ഫ്രഷ് ആയിട്ട് വയ്ക്കാം. അപ്പോൾ മീൻകറിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 2 തക്കാളി അല്ലേ അമ്മ? 2 തക്കാളി, മുരിങ്ങയ്ക്ക, എത്ര പച്ചമുളകമ്മ? 6-7 പച്ചമുളക്, ആവശ്യത്തിന് കറിവേപ്പില, പിന്നെ ഇത് ഇഞ്ചി വെളുത്തുള്ളി ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്നതാണേ. നല്ല കലക്കി ചേർക്കണം, അരപ്പെല്ലാം പിടിക്കണം നല്ല നന്നായിട്ട്. മീനിൽ അരപ്പ് ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്ത ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം, ഉലുവപ്പൊടി ചേർക്കാം, എത്ര തവിയൊക്കെ ഉണ്ടെങ്കിലും കൈ കൊണ്ട് ഇളക്കുമ്പോ ഒരു പ്രത്യേക സ്വാദാണല്ലേ. പിന്നല്ലാതെ. ബാക്കി ചേർക്കേണ്ട സാധനങ്ങളെല്ലാം ചേർക്കാം. തക്കാളി, പച്ചമുളക്, മുരിങ്ങയ്ക്ക, കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞു വെച്ചത് ചേർക്കാം. കറി അടുപ്പിലാക്കിയിട്ടുണ്ട്. ഇനി അടച്ചു വെച്ച് വേവിക്കണം അല്ലേ? ഓക്കേ, തിളച്ചോന്ന് നോക്കാം. കുറച്ച് നേരവും കൂടെ ഇത് കറി തിളയ്ക്കണം. വെള്ളം വറ്റിയിട്ട് നമുക്ക് ലാസ്റ്റ് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ഇറക്കാം കറി.
കുറച്ചും കൂടെ വേകാനുണ്ട്. നമ്മുടെ കറി റെഡിയായി. ഇനി ലാസ്റ്റ് കുറച്ച് കുരുമുളക്, കുറച്ച് കരിവേപ്പില എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കറി ഇറക്കാം. ഇച്ചിരി ചാറ് കൂടുതലാണെന്ന് തോന്നുന്നുണ്ടല്ലോ. നമുക്ക് കപ്പ ഉള്ളതല്ലേ, അത് നമുക്ക് കഴിക്കണം. ഉച്ചയ്ക്ക് കപ്പയും കൂട്ടിയാണ് നമ്മുടെ ഈ നെമ്മീൻ ചൂര ഞങ്ങൾ തട്ടാൻ പോകുന്ന കേട്ടോ. അതെ, എന്ന് പൊളിക്കും. ഇന്ന് കുറച്ച് സമയം ഇരിക്കേണ്ടി വരും കേട്ടാ കഴിക്കാൻ വേണ്ടി. പെട്ടെന്ന് കഴിച്ചു എഴുന്നേക്കാനായിട്ട് തോന്നല്ല. അത് പറ്റൂലല്ലോ. ഓക്കെ, അപ്പോ കറി റെഡി ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, സീ യു.